ശ്രീ ബൈജു കൊട്ടാരക്കര, പൾസർ സുനി പുറത്തിറങ്ങുന്നതിൽ ഇപ്പോൾ താങ്കൾ എന്താണ് ഭയക്കുന്നത്? അതായത് വിധി വരാനിരിക്കുന്നു, അത് 1-2 മാസത്തിനുള്ളിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിച്ചു കഴിഞ്ഞു, എവിഡൻസുകൾ ഹാജരാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ള ഘട്ടത്തിൽ കൂടിയാണല്ലോ ഇപ്പൊ സാധാരണ നിലയിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കുമ്പോൾ കോടതിയുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സവാദമായി ഉന്നയിക്കുക പ്രോസിക്യൂഷൻ സാധാരണ നിലയിൽ ഈ സാക്ഷികളെ സ്വാധീനിക്കും, പ്രതി പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ. അത്തരം വിചാരണാ ഘട്ടങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പൾസർ സുനി ഇറങ്ങുന്നതിനെ എന്തിനാണ് ഭയക്കുന്നത്? ഈ പൾസർ സുനിയെ ഇപ്പോൾ ഇറക്കിയത് എന്തിനാണ് ഗോപി? പൾസർ സുനി ഇറങ്ങിയതല്ലോ. ഈ പൾസർ സുനിയെ പ്രതിഭാഗത്തുള്ള ചില ആളുകളിലാണ് ചേർന്നായിരിക്കുമല്ലോ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഏതാണ്ട് 1 കോടി രൂപ എടുത്ത് അവിടെ ഒരു വക്കീലിന് ശമ്പളം കൊടുത്ത് 4ാമത്തെ പ്രാവശ്യം അവിടെ ജാമ്യത്തിന് പോയി ഇയാൾക്ക് ഇറങ്ങേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ 1 മാസം കൂടെ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. പൾസർ സുനിക്ക് 1-2 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ പൾസർ സുനിക്ക് ഇറങ്ങാമായിരുന്നല്ലോ. അതെന്താ ചെയ്യാൻ? അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണ്? അഡ്വക്കേറ്റ് ശ്രീ തമ്പിക്ക് അറിയാം. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിയമം അറിയാവുന്ന ഒരാളാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിനകത്ത് മാനിപ്പുലേഷൻ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് 100% കാണാം. ഒന്നുകിൽ ഇതിനകത്ത് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇതിനകത്ത് മെമ്മറി കാർഡിലുള്ള ആ കാര്യങ്ങൾ, അതായത് ആ ദൃശ്യങ്ങൾ ചിലപ്പോൾ ഇയാൾ പുറത്തുവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണ് ഇതേവരെയും ഈ കോടതികളിൽ നിന്ന് പോയ മെമ്മറി കാർഡിനെ കുറിച്ച് ഇതുവരെ അന്വേഷിക്കാതിരിക്കുന്നത്. അതെന്താണ്? അതിന്റെ കാരണം എന്താണ്? അപ്പൊ എവിടെയാണ് ഇവിടെ പിഴച്ചത് എന്ന് നമ്മളൊന്ന് നോക്കണം. കോടതിയുടെ ചില ഇടപെടലുകളിലാണോ, അതോ പോലീസിന്റെ ഇടപെടലുകളിലാണോ, അതോ ഗവൺമെന്റ് നയത്തിലാണോ? എന്താണെങ്കിലും ശരി, ഈ പൾസർ സുനി ഇറങ്ങിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പൾസർ സുനിയുടെ വായിൽ നിന്നും 8ാം പ്രതി ദിലീപിന് അനുകൂലമായുള്ള കാര്യങ്ങൾ വരും, യാതൊരു സംശയവുമില്ല. അത് വന്നില്ലെങ്കിൽ, ഇനി അതിന് ഇയാൾ വഴങ്ങിയില്ലെങ്കിൽ, ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലെങ്കിലും അയാൾ വഴങ്ങിയില്ലെങ്കിൽ പൾസർ സുനി ഈ ലോകത്ത് പോലും ഉണ്ടാവില്ല എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം അതാണ് ഈ കേസിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അത്രയും പ്രബലരാണ് എന്നുള്ള കാര്യം. അതാണ് അത്രയും പ്രബലരായി നിൽക്കുന്നത് കൊണ്ട് ഒരു അല്ല, ഞാൻ ശ്രീ ബൈജു കൊട്ടാരക്കര, അതായത് താങ്കൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞതിന് ഞാൻ സാങ്കേതികമായിട്ടാണ് അതിന് താങ്കളോട് എനിക്കുള്ള മറുചോദ്യമുള്ളത്. ഇപ്പൊ താങ്കൾ പറഞ്ഞത് പൾസർ സുനി ഇപ്പോൾ 1 മാസമേ ഉള്ളൂ വിധി വരാനെങ്കിൽ ഇപ്പോൾ ധൃതി പിടിച്ചിറങ്ങിയത് എന്തിനാണ്? അവിടെ കോടതി ചോദിക്കുന്നത് വിചാരണ ഈ പറഞ്ഞ സമയത്ത് പൂർത്തിയാകുമെന്നതിന് എന്താണ് ഉറപ്പ്? കാരണം 2 തവണ സമയം കൊടുത്തു, ആ 2 തവണയും വിചാരണ പൂർത്തിയായില്ല. അപ്പോഴാണ് സർക്കാർ അഭിഭാഷകൻ പറയുന്നത് ഈ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ 8ാം പ്രതിയുടെ അഭിഭാഷകന്റെ ഇടപെടലാണ്. കാരണം ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിനെ ചോദ്യം ചെയ്യാൻ 85 ക്രോസ് എക്സാമിൻ ചെയ്യാൻ 85 ദിവസം എടുക്കുന്നത്. അപ്പോൾ കോടതിയുടെ മുന്നിൽ 7.5 വർഷക്കാലമായി തടവിൽ കഴിയുന്ന ഒരാൾ ഇപ്പോഴും വിചാരണ അനന്തമായി ഒരുപക്ഷെ നീണ്ടുപോയേക്കുമെന്ന സാഹചര്യം, ഇതെല്ലാം കൂടി പിന്നെ പ്രധാനപ്പെട്ട സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു, തെളിവുകൾ ഹാജരാക്കപ്പെട്ടു കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇയാളെ ഇങ്ങനെ അനന്തമായി തടവിൽ ഇടുന്നതിൽ അർത്ഥമില്ല, അത് നീതിയല്ല. ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി പറഞ്ഞതുപോലെ അതിൽ ആദ്യത്തെ ബെയിൽ ഈസ് ദ റൂൾ, അതുകൊണ്ട് ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കരുതി ജാമ്യത്തിന് വിട്ടതായിക്കൂടെ? അതല്ലേ കോടതി പറയുന്ന സാങ്കേതികവും നിയമപരവുമായ കാര്യകാരണങ്ങൾ. അത് മുഖവിലേക്ക് എടുക്കാത്തത് എന്താണ്? അവിടെ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപിനെ ബോധപൂർവ്വം പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന ചോദ്യമുണ്ടല്ലോ. ഒരിക്കലും ദിലീപിനെ നിർത്തുന്നത് ആർക്കാണ് അത്ര നിർബന്ധം? കുറ്റം ചെയ്തവൻ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുക, യാതൊരു സംശയമില്ല അതിനകത്ത്. ദിലീപ് കുറ്റം ചെയ്തു എന്ന് അസന്ദിഗ്ധമായി അന്ന് ഏകദേശം തെളിഞ്ഞത് കൊണ്ട് മാത്രമാണല്ലോ ദിലീപ് അന്ന് 80 ദിവസത്തോളം ജയിലിൽ കിടന്നത്. അതിൽ ചുമ്മാ ഏതെങ്കിലും കോടതി ദിലീപിനെ പിടിച്ച് ജയിലിലിടൂ? ഇല്ലല്ലോ. അതിനുശേഷം നമ്മൾ ഈ കേസിനകത്ത് കണ്ട മാനിപ്പുലേഷൻ എല്ലാം ഗോപീഷൊക്കെ അറിയാവുന്നതാണല്ലോ. ഈ ലോകത്ത് സർവ്വ മലയാളികൾക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഈ കേസിനകത്ത് ഈ പ്രതികൾ ചെയ്തിരിക്കുന്ന മാനിപ്പുലേഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ. സാക്ഷികളെ ഹോസ്റ്റലാക്കുക, പിന്നെ അതുപോലെ മൊഴി മാറ്റി പറയിക്കാൻ ശ്രമിക്കുക, കോടതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഇവരല്ലേ? മറ്റാരെങ്കിലും ആണോ? ഇത് വേറെ പുറത്തു നിൽക്കുന്ന ഒരാളാണോ ചെയ്തത്? സിനിമയിലുള്ള മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ ചെയ്തത്? അല്ലല്ലോ. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന 8ാം പ്രതിയാണല്ലോ ഏറ്റവും പ്രബലൻ. ബാക്കിയുള്ളവരെയൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ 8ാം പ്രതിക്ക് വേണ്ടി തന്നെയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൾസർ സുനിയുടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൾസർ സുനിയെ ഈ ഇവിടെ ഇറങ്ങിയതിൽ സാങ്കേതികമായി കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ശരിയായിട്ടും ഈ പൾസർ സുനിയെ ഇപ്പൊ ഇറക്കിയതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. വരും ദിവസങ്ങളിൽ പൾസർ സുനിയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. ഇനി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിക്ക് പറയാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. അദ്ദേഹത്തിന് അറിയാം ഈ ഇത്രയും കാലം കഴിഞ്ഞ ഇയാള് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിനെ ഏത് രീതിയിൽ നിർണായകമായി എങ്ങനെ ഇയാൾക്ക് അതിൽ സ്വാധീനിക്കാൻ പറ്റും, ഏത് രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും, അതിന്റെ വഴിയൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ നിയമത്തിനൊന്നുമല്ല.
പക്ഷെ സാമാന്യ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് ചോദിച്ചത്. ഈ പറഞ്ഞ പൾസർ സുനിയെ ഈ കോടിക്കണക്കിന് രൂപ കൊടുത്ത്, കോടിയോടടുത്ത് രൂപ കൊടുത്ത് ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണമെങ്കിൽ ഈ പണം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നതിനെ കുറിച്ച് വാർത്തകൾ ഉണ്ടായിരുന്നു. അത് പോലീസ് അന്വേഷിച്ചപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞു. അതിന്റെ അന്വേഷണം എവിടെ പോയി? ഒരു അക്കൗണ്ടിലേക്ക് വന്ന പണമല്ലേ? പൾസർ സുനി പണം ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ടാണല്ലോ ഒരു കത്തെഴുതിയതും ഈ കേസ് ഇവിടം വരെ കൊണ്ടെത്തിയതും. പൾസർ സുനി തിരുത്തി പറഞ്ഞാലോ? പൾസർ ഇപ്പൊ ഇറങ്ങുമ്പോ പൾസറിന് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡീല് നടന്ന പൾസറിന് ആ പണം ആരെങ്കിലും കൊടുത്താൽ പൾസർ ഇത് തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചിലരുടെ മുഖം രക്ഷിക്കാൻ പറ്റും ചാനലിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ചിലരുടെയൊക്കെ 8ാം പ്രതി അടക്കമുള്ളവരുടെ മുഖം രക്ഷിക്കാൻ പറ്റും. ഞാൻ കുറ്റം ചെയ്യാത്തവനാണ്, എന്നെ വെറുതെ കരിവാരി തച്ചവനാണ് എന്നൊക്കെ വേണേ പറയിക്കാൻ പറ്റും. ഒന്നത്. രണ്ടെന്ന് പറയുന്നത്, ഈ കേസിൽ നിന്നും എങ്ങനെയും ഊരാനുള്ള സർവ്വ കെടികളും അവരുണ്ടാക്കും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് ഈ പൾസർ സുനിയെ പുറത്തിറക്കിയത്. ചിലപ്പോ ദിലീപിന്റെ അഡ്വക്കേറ്റിന്റെ തന്നെ ചിലപ്പോ ഒരു ബുദ്ധിയാകാം. ഈ കേസ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയതും, ഇത്രയും കാലം ഇത് നീട്ടിക്കൊണ്ടുപോയാൽ അവസാനം പൾസർ സുനിയുടെ ജാമ്യത്തിന് പോകുമ്പോൾ ജാമ്യം കിട്ടുമെന്നുള്ളതൊക്കെ ചിലപ്പോൾ അവരുടെ ഒരു ബുദ്ധിയായിരിക്കാം. എന്താണെങ്കിലും ശരി, പൾസർ സുനി പുറത്തിറങ്ങിയല്ലോ. ഈ പൾസിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. കൂടുതലൊന്നും പോകണ്ട, ഒരു 6-7 ദിവസത്തിനുള്ളിൽ അയാൾ പുറത്തിറങ്ങുമല്ലോ എന്തായാലും. ആ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം, അല്ലെ നമുക്ക് കേൾക്കാം. ഇനി സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ വീണ്ടും റിവ്യൂ ഹർജി കൊടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോ പേരിന് വേണ്ടി കൊടുത്തിരിക്കും. സത്യം പറഞ്ഞാൽ സർക്കാർ തന്നെ എന്ത് നാണക്കേടാണ് കാണിച്ചത്. ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു പ്രതി മുങ്ങും എന്നാണ് പറഞ്ഞത്. ഒരു പ്രതി മുങ്ങും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തെ പോലീസിന് എന്താണ്? പോലീസിന് ഇത്രയ്ക്കും കഴിവില്ലേ? ഒരു ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു പ്രതിയെ നിരീക്ഷിക്കാനും അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇവിടെ പോലീസ് ഇല്ലേ? അയാളെ മുങ്ങുമെന്നാണോ പറയുന്നത്? ഒന്നത്. രണ്ട്, കയ്യിലേക്ക് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറയുന്നു. ഈ കയ്യിൽ അപ്പോൾ പൾസർ സുനിയുടെ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ മറ്റാരുടെയോ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടെന്നും സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം. അല്ലെങ്കിൽ അങ്ങനെ എഴുതി പിടിപ്പിക്കത്തല്ലോ അതില്. അപ്പോ ഇതിന്റെയൊക്കെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ ഈ പൾസർ സുനി ഇപ്പൊ ജാമ്യം മേടിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അല്ലെ പൾസർ ജാമ്യം കോടതി കൊടുത്തത് ശരിയാണ്.